ഞാൻ കോഴിക്കോട് ഒരു സ്ഥലം പറഞ്ഞിട്ട് വരികയാണ്. ഇവിടെ ഒരു അമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പഴക്കമുള്ളൊരു ഹോട്ടലാണ്. അതൊന്ന് തേടി പിടിക്കാനുള്ള സംരംഭത്തിലാണ്. അപ്പം ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഭയങ്കര ഊണ് സമയത്ത് നേരത്തെ പൊക്കോണമെന്ന് പറഞ്ഞ് 1:30 ശേഷം ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. അപ്പം നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഗോകുലൻ ഗോപാലൻ്റെ ഒരു ഷോപ്പിംഗ് മോളിൽ അവിടെ നേരെ പുറയിലായിട്ടാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. നമസ്കാരം, അച്ഛൻ കുക്കിംഗ് ചേർച്ചെന്ന ബിനുവാണ്. കോഴിക്കോടാണ്. കോഴിക്കോട് അമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റാണ്. ഭയങ്കര തിരക്കിനിടയിൽ ഇവിടെ ഫിഷ് ഫ്രൈയും ഊണുമാണ് ഇവിടെ ആൾക്കാരെല്ലാം തിരഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ വല്ലാത്തൊരു സമയത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഐക്കുറയും ചോറുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടുത്തെ ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ട. മിഠായിലേക്ക് ചോറുണ്ടെന്നാണ് ആദ്യം നമുക്ക് കുറച്ച് വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലം. ആദ്യം ചോറാണ് വന്നത്. കൂട്ടാനായിട്ട് നമ്മളിപ്പം അമ്മ ഹോട്ടൽ കോഴിക്കോട്. ഇതെന്താ ബീട്രൂട്ടാ? ബീട്രൂട്ട് പച്ചടി. ഓക്കെ, എന്തത് കുറച്ചും കൂടി ഇട്ടോളൂ. സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കഴിക്കണേ. കുറെ കാലങ്ങളായിട്ട് ഇവിടെ കഴിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇല്ല, 28 കൊല്ലമായിട്ട് സാർ. ഓക്കെ, സാർ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതാണോ? അടുത്ത് കണ്ണങ്കണ്ടി. ഷുവർ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് അപ്പൊ വീട്ടിൽ നിന്നുള്ള അതേ ഫീലിംഗ് ആണ്. പൊരിച്ചത്. സാർ എന്താണ് എന്താണ് ഓർഡർ ചെയ്യാൻ പോണേ? ഐക്കുറയാണ്. അപ്പൊ ശരി. അപ്പൊ ഞാനും സാറിന്റെ പേരെങ്ങനെയാ? ബിജു സാർ പറഞ്ഞ ഞാനും ഒരു ഐക്കുറ എടുത്തേക്കാം. ഓക്കെ, ഇതെന്താ ഇത് ആണോ? എന്താ പേര്? ചേട്ടന്റെ പേരെന്താ? സഞ്ജിത്ത്. മോസ്ക് ഒന്ന് മാറ്റാൻ പറ്റും? ജസ്റ്റ് സഞ്ജിത്ത് എത്ര വർഷമായി ഇവിടെ ആയിട്ട്? 47 വർഷമായി. നിങ്ങളുടെ തന്നെയാണ് ഓണറാണോ? അപ്പൊ അത് ശരി. ഓക്കെ. അപ്പൊ ഇതില് ഏതാണ് ഐക്കുറ? സ്രാവ്. അപ്പൊ ഐക്കുറ സ്രാവ് എനിക്ക്. അതെന്താണ്? ഇതെന്താ? പച്ചക്കറി. കഴിച്ചോളൂ. ഞാൻ പതുക്കെ കഴിച്ചാം. സാറിന് മീൻചാറ്. ഓക്കെ. അത് ഒഴിവാക്കോ? ശരി. അപ്പൊ അത് നിങ്ങളുടെ കോഴിക്കോട് സ്പെഷ്യൽ മീൻകറിയാണ് അല്ലേ? അത് സൂപ്പർ മീൻകറിയാണ്. അതൊരു തേങ്ങാപ്പാലുണ്ടോ? ഇല്ലല്ലോ. അത് ശരി, ഒരു പ്രത്യേക സീക്രട്ട് ആണ്. എവിടെയും കിട്ടില്ല. അത് ശരി, വീട്ടിലും ഫ്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാർ പറയുന്നത് സ്പെഷ്യൽ ടേസ്റ്റ്, രുചിക്കൂട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്കാർ കൂടുന്നോണ്ട് ഞാനും പെട്ടെന്ന് കഴിച്ചു തുടങ്ങാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. എന്താ പേര്? മനാഫ്. കോഴിക്കോടാണോ? അത് ശരി. അപ്പൊ നിങ്ങളുടെ ഭയങ്കര പഴക്കമുള്ളൊരു സ്ഥലമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനൊരു സ്രാവ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിരിക്കും. പ്രത്യേക ഒരു മസാലക്കൂട്ടാണ് അവര് പറയണത്. അതിൻ്റെ കൂടെ ഒഴിച്ചൊരു മീൻകറി അടിപൊളിയായിരുന്നു. ഫേസ് വരുന്ന ബുദ്ധിമുട്ടാവോ? ഫേസ് എന്തെങ്കിലും ഞാൻ ഇട്ട് അതെടുത്ത് ബുദ്ധിമുട്ടാന്ന് ഓക്കെ. ഞാൻ ആ സ്രാവ് കഴിച്ച് എനിക്കും കൂടി ആദ്യമായിട്ടാണ് സ്രാവ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട്, പക്ഷെ നല്ല അരപ്പ്. ഇതെന്നും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഓയിലി ആയിട്ടുണ്ട്. പക്ഷെ മസാലയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയാണ്. നല്ല എരിവുണ്ട് അല്ലേ? നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എന്താണ് വേറെ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത്? വേറെ അടുത്തൊന്നുമില്ല. വെറുതെ മസാലയും മീനും സ്പെഷ്യലും ചോറും അല്ല?
അതിൻ്റെ അപ്പുറത്ത് നോക്കാം. ചിത്ര പഴക്കം ചെന്ന് ഇത് മാത്രമേ ഉണ്ടാവും അല്ലേ? രസകരമായിട്ട് എൻ്റെ കൂടെ 3 പേര് എൻ്റെ കൂടെ രസകരമായിട്ട് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടെ. ഒരാൾ എൻ്റെ എതിരിട്ടിരിക്കുന്ന ആളൊന്നും മിണ്ടുന്നില്ല. ഞാൻ രുചികരമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ട് തീർക്കാൻ പറ്റുള്ളൂ. നല്ല എരിയുണ്ട് കേട്ടോ, നല്ല എരിയുണ്ട്, നല്ല എരിയാണ് സാധനം. ചോറും കൂടെ തീർക്കാൻ പറ്റില്ല. ഇവിടുത്തെ വേറെ സ്പെഷ്യലായിട്ട് നമ്മൾ കണ്ടു വെള്ളമല്ല കൊടുക്കണം, കഞ്ഞിവെള്ളം കൊടുക്കണം. ഇതൊരു എന്താ പറയുക, ആന കാട്ടിലേക്ക് കരിമ്പിൻ്റെ ഇതിലേക്ക് കയറിമാരി ഉണ്ട്. ഞാൻ ചോറിൻ്റെ നല്ല എരിവായി കഴിച്ച് നല്ല എരിവ് തീർക്കണമുണ്ട്. എന്തായാലും ഇക്കുറ നമ്മൾ തീർത്തു. ഷറാബ് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാന്നുള്ളതാണ്. ചോറില്ലാതെ കഴിക്കേണ്ടി വരും. ഞാൻ ചോറ് കുറച്ചെടുത്തുള്ളൂ മീനെല്ലാം ചെയ്യാൻ. ഇപ്പം ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് മീൻ വിഭാഗങ്ങളുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഒരു സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന സമയം 2:30 മണിയായിട്ട് ഇവിടുത്തെ തിരക്ക് കുഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും തിരക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആൾക്കാർ വന്നും വീട് അതിനൊരു ടേക്ക് അവേയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വന്നത് വേസ്റ്റായില്ല. നല്ലൊരു ഓൾഡ് ഏരിയ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്നെ കാണിക്കുന്നു പറഞ്ഞില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ മുഖം കാണുന്നത് നിങ്ങൾ ബോറടിക്കേണ്ട. അപ്പം ഇവര് എന്തൊക്കെയാ ഞാൻ ചോദിച്ചു, മസാലയുടെ സീക്രട്ട് എന്താണ് അവർ പറഞ്ഞു തരില്ല. അതൊക്കെ അവരുടെ മുതലാളി മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവർ പറയണത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മളിങ്ങനെ ഡിഷ് എൻജോയ് ചെയ്തിട്ട് നമ്മളൊന്ന് ചോറ് പാർസൽ ചെയ്യുന്ന കാണണം അല്ലേ? ചോറ് മാത്രമേ, ഫിഷ് വേറെ കൊടുക്കുക, ഗ്രേവി എല്ലാം വേറെ കൊടുക്കുക. ഓക്കെ ശരി എന്നാ. ആണോ? ആയിക്കോറല്ല, ആയിക്കോറ. മഞ്ഞക്കറി അല്ലേ? മഞ്ഞക്കറിയും പച്ചക്കറി മീൻ കറി. ഇത്രയും കാര്യം നിങ്ങൾ എൻ്റെ ഇലയും മീനും ഒക്കെയാണ് കണ്ടത്. വളരെ കണ്ട് ഞാൻ വേർത്ത് കൊടുക്കുന്നത്. അതന്നെ പുറത്ത് നല്ല ചൂടിനകത്ത് നമ്മൾ കൈക്കുറയും സ്രാവും എല്ലാം കൂടെ കഴിച്ച് ഞാൻ വേർക്കുന്നുണ്ടോ. ഇപ്പോൾ കോഴിക്കടുത്ത് ആദ്യത്തെ മീൽ ഞാൻ കഴിച്ചു. അറിയില്ല വേറെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയം ഉണ്ടാവില്ലാണ്. പിന്നെ എന്തായാലും വളരെ നല്ലൊരു ഏരിയ നമുക്ക് കാണിച്ചു തന്ന പല സുഹൃത്തുക്കളും നന്ദി പറയണം. അടുത്തേക്ക് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് പറഞ്ഞുകൊടുത്ത് ഞാൻ നന്ദി പറയണം. വളരെ നല്ലൊരു ജോയിൻ്റ് എനിക്ക് തോന്നും. പക്ഷേ ഫിഷൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓഫ് ഐക്യയും സ്രാവൊക്കെ ഉള്ള പ്രൈസിലായിരിക്കും. ഫിഷും ചോറുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചാനൽ നിർത്തുന്നു. അടുത്തൊരു അടിപൊളി എപ്പിസോഡ് അച്ചാൻ വരുന്നവരെ നന്ദി, നമസ്കാരം. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്നേഹം ഒരുപാട് ചാനലുകളൊക്കെ നമ്മളെ മറന്നു പോകുന്നു. നന്ദി, നമസ്കാരം. എരിവുള്ള ചോറ് കഴിച്ച് മീനും കഴിച്ച്, മീൻ എന്ന് പറയുമ്പോൾ സ്രാവും ഉപയോഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ ശർക്കര മുട്ടായി കപ്പലണ്ടി മുട്ടായുണ്ട്. ഇതെന്താ ഏട്ടെന്ന് പറഞ്ഞാൽ? ഇത് ദീപ് മുട്ടായി. ദീപ മുട്ടായി. അങ്ങനത്തെ എന്താ ഉള്ളത്? ശർക്കര തേങ്ങ. അടിപൊളി. അപ്പോൾ ഞാനെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് അമ്മ ഹോട്ടൽ കോഴിക്കോട്. ഇത് ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ എവിടെയാണ് വരിക? പുതിയറ. അതായത് പുതിയ എനിക്ക് തോന്നുന്നു ഗോകുല മാളിന്റെ നേരെ ബാക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. എൻ്റെ പേര് അനിരുദ്ധൻ. അനിരുദ്ധനും അനിയന്മാരും അമ്മയും എല്ലാം കൂടെയാണ് നടത്തുന്നത് അല്ലേ? 42 വർഷം, 45-ാമത്തെ വർഷം. ഓക്കെ. വർഷങ്ങളായിട്ട് പാചകക്കലയിൽ നൈപുണ്യം നേടിയവരാണ്. ഇവിടുത്തെ ആൾക്കാരുടെ തിക്കും തിരക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്ര പേര് വന്ന് എൻ്റെ ആയിട്ട് പോകുന്നത്. അപ്പം അടിപൊളിയായിട്ട് നല്ലൊരു ഭക്ഷണം തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു.